വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സമിതി യോഗം പൂർത്തിയാകുന്നു, കേന്ദ്രമന്ത്രിസഭാ യോഗം പൂർത്തിയാകുന്നു, പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടു. ഡൽഹി കേന്ദ്രീകരിച്ച് ഇനി നടക്കാനുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ എന്താണ് വിനീത? ഹാഷ്മി, ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം തന്നെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഡൽഹിയിലുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് യോഗം ചേരുന്നത്. ഈ തുടർ നടപടികളടക്കം ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം എന്നുള്ളത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം സർക്കാരിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സൈന്യത്തിന് വലിയ അഭിനന്ദനങ്ങളും അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഒപ്പം ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. അതൊരു പ്രൊസീജിയറിന്റെ കൂടി ഭാഗം തന്നെയാണ് ആ കൂടിക്കാഴ്ച എന്നുള്ളത്. കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഇനി ഡൽഹിയിൽ സർവകക്ഷി യോഗമാണ് നാളെ ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം എന്ന് പറയുന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യവും ഈ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും പ്രതിപക്ഷത്തെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചില ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ പശ്ചാത്തലത്തിൽ അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയവാദങ്ങളും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്കും ഞങ്ങൾ പോകുന്നില്ല. കാരണം ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു സന്ദേശം ലോകരാജ്യങ്ങളിലേക്ക് അടക്കം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ഒരു ലക്ഷ്യമെന്ന് തന്നെയാണ് നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നാളെ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള കാര്യമൊക്കെ ഇന്ന് ചേർന്ന യോഗം തീരുമാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം രാവിലെ 11 മണിയോടുകൂടി സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമിതി യോഗം, കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി തിരിച്ചടിക്കില്ല, ഇന്ത്യ ഇനി ആക്രമണം നടത്തരുതെന്നൊക്കെ പാകിസ്ഥാൻ പറയുമ്പോഴും അതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അടവ് നയമാണോ എന്നൊരു സംശയം കൂടി നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരും. കാരണം അങ്ങനെ പൂർണ്ണമായും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യം തന്നെയാണ്. അവരുടെ ആരോപണങ്ങളും അവരുടെ അത്തരത്തിലേക്കുള്ള ഭീഷണികളും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ പോലും അതിനെ ഒരുപക്ഷെ ഇപ്പോൾ നടത്തിയ ഈ ഒരു പ്രത്യാക്രമണത്തെക്കാൾ വലിയ ഒരു പ്രത്യാക്രമണം ഒരുപക്ഷെ പാകിസ്ഥാന് നേരിടേണ്ടി വരും. അത്തരത്തിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇനി മോക്ക് ഡ്രില്ലാണുള്ളത്. ചില പാക് മാധ്യമങ്ങൾ വരുന്ന സൂചന, പാക് സേനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകി ഈ പറയുന്ന കാര്യങ്ങൾ പാക് സേന തീരുമാനിക്കും, ഇന്ത്യക്ക് തിരിച്ചടി എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ ചില പാക് മാധ്യമങ്ങൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഈ പാകിസ്ഥാന്റെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ അതിസാഹസങ്ങൾക്ക് മുതിരാത്തൊരു രാജ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള ഏത് എക്സ്റ്റൻറ്റിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ സജ്ജമല്ലേ വിനീത? ഉറപ്പായും ഹാഷ്മി, ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമെന്നാണ് സേനാവൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടക്കം ഇങ്ങനെയെങ്കിൽ ഇതിന്റെ അവസാനം എന്താകുമെന്നുള്ളത് ഒരുപക്ഷെ പാകിസ്ഥാന് നിലച്ചിരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വലിയ പ്രത്യാക്രമണങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുതിരുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിർത്തിയിലടക്കം ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും പ്രകോപനപരമാവുന്ന ചില സാഹചര്യങ്ങൾ പാകിസ്ഥാന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അത്തരം പ്രകോപനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിട്ടുമുണ്ട്. കൂടുതൽ സേനാ വിന്യാസങ്ങൾ, ഒപ്പം തന്നെ ഈ അവധിയിൽ പോയ ഈ സൈനിക ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ തിരിച്ചെത്തണം എന്നുള്ളൊക്കെയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പ്രതിരോധ മന്ത്രി സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിനുള്ള എല്ലാ നിർണായക ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് പറയാൻ കഴിയുന്നത് ആ തിരിച്ചടി എന്ന് പറയുന്നത് അത് എവിടെ എങ്ങനെ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ ഈ പുലർച്ചയോട് നടന്ന ആ ആക്രമണവും ഇന്ത്യയുടെ ആ ഒരു തിരിച്ചടിയും അതിന് വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. കാരണം മോക്ക് ഡ്രില്ലിലേക്ക് രാജ്യം നീങ്ങുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുരക്ഷ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതായത് അങ്ങനെയുള്ളൊരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകുന്നു, ഒരു തിരിച്ചടി ഉണ്ടാകും, പക്ഷെ അതിലേക്ക് ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ പോലും വലിയൊരു തിരിച്ചടിയിലേക്ക് രാജ്യം പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും
ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർണ്ണമാണ്. ഇതുമായി ബന്ധപ്പെട്ട സൈനിക മേധാവികൾക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്റലിജൻസ് സംവിധാനമെല്ലാം വലിയ ജാഗ്രതയിൽ തന്നെയാണ് നിലവിൽ തുടരുന്നത്. ഹാഷ്മി.